ഇതാണ് വയലോരം വീട്. ഇവിടെ അച്യുതക്കുറുപ്പും ഭാര്യ ശാരദയും അച്യുതക്കുറുപ്പിന്റെ സഹോദരി സുഭദ്രയും മക്കളായ ബാലചന്ദ്രനും രവിയും. ഇനി ഒരാൾ കൂടിയുണ്ട് ഇവിടെ. അങ്ങനെ ചുമ്മാതെ ഒരാളെന്ന് പറഞ്ഞാൽ പോരാ. വയലോരം വീട്ടിലെ രാജകുമാരി കുട്ടിമണി എന്ന 3 മണി. കുട്ടിമണിക്ക് പ്രായം 24 കഴിഞ്ഞിട്ടും ഒരു 5 വയസ്സുകാരിയുടെ ബുദ്ധിയേ ഉള്ളൂ. കുട്ടിമണിക്ക് വേണ്ടി കല്യാണം വേണ്ടെന്ന് പറഞ്ഞു നിന്നവരാണ് ബാലചന്ദ്രനും രവിയും. ഇപ്പോൾ രവിക്ക് മാണിക്യമംഗലം എന്ന വലിയ തറവാട്ടിലെ ഒരേ ഒരു മകളായ മതികലയുടെ ആലോചന. എന്റെ കൊച്ചു ചെയ്ത തെറ്റ് ഞാൻ വേണമെങ്കിൽ നിങ്ങളുടെ കാൽ പിടിച്ച് മാപ്പിയോ. എന്താ കുറിപ്പ് ഇത്? കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാവും. ജലജ ഇത്തിരി മുൻകോപക്കാരിയാ, അത്രേ ഉള്ളൂ. ഇവിടുന്ന് ആരും പിണങ്ങി പോകുന്നുമില്ല, കല്യാണം വേണ്ടെന്ന് വെക്കുന്നുമില്ല. സീത എന്ന യുവതിയെ വിവാഹം കഴിക്കാൻ ബാലചന്ദ്രനും തീരുമാനിക്കുന്നു. അമ്മയും അമ്മാവനും മാത്രമാണ് സീതയ്ക്ക് ആകെയുള്ള ബന്ധുക്കൾ. പക്ഷേ കല്യാണ തലേന്ന് കുട്ടിമണിക്കുണ്ടായ ഒരു കയ്യബദ്ധത്തിൽ അച്യുതക്കുറുപ്പ് കിണറ്റിൽ വീഴുന്നു. അല്ലമ്മേ, ഏട്ടൻ ചോദിക്കുമായിരുന്നു എല്ലാവരെയും അറിയിക്കേണ്ടെന്ന്. ഇനിയിപ്പോ കുറച്ച് സമയമല്ലേ ഉള്ളൂ. എന്തറിയിക്കാൻ? അല്ല, കല്യാണം മാറ്റിവെച്ച കാര്യം. കല്യാണം മാറ്റിവെക്കാനോ? അല്ല, അച്ഛനിങ്ങനെ കിടക്കുമ്പോ ഞങ്ങളുടെ കല്യാണം നടത്താവോ അമ്മേ? നടക്കണം, നടന്നേ പറ്റൂ. വിവാഹം കഴിഞ്ഞെത്തിയ വധൂവരന്മാരെ എതിരേറ്റത് അച്യുതക്കുറുപ്പിന്റെ മൃതശരീരമാണ്. ഒടുവിൽ കുട്ടിമണിയെ കല്യാണം കഴിപ്പിക്കാൻ തീരുമാനിക്കുന്നു. അറിഞ്ഞോ, നിന്നെ കല്യാണം കഴിക്കാൻ ഒരു ചെക്കൻ വരുന്നുണ്ടെന്ന്? ശരിക്കുള്ള പേര് 3 മണി എന്നല്ലേ? ഒരു മുഴു ഭ്രാന്തിയാണോ നിങ്ങൾ എന്റെ മുന്നിൽ വേഷം കെട്ടിച്ചുകൊണ്ട് നിർത്തിയത്? അയ്യോ, അങ്ങനെ പറയല്ലേ. കുട്ടിക്ക് ബുദ്ധി ഇത്തിരി കുറവാണെന്ന്. അങ്ങനല്ലേ നിങ്ങൾ പറഞ്ഞത്, അല്ലാതെ മുഴു വട്ടാണെന്നല്ലോ. എനിക്കുണ്ടായിരുന്നു അങ്ങനെ ഒരു പെങ്ങള്, എൻ്റെ മായക്കുട്ടി. അവളെ മറ്റുള്ളവർ കളിയാക്കുമ്പോൾ നീറിക്കൊണ്ടിരുന്ന എൻ്റെ നെഞ്ച. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഏട്ടന്മാരുടെ മനസ്സ് എനിക്ക് കാണാൻ പറ്റും. വല്യേട്ടാ, ഞാനൊരു കാര്യം പറയട്ടെ. നമുക്ക് ഈ മനസ്സുജനെ തന്നെ അങ്ങ് ആലോചിച്ചാലോ? പഠിപ്പും പണവും പദവിയും ഒന്നും നോക്കണ്ട, ആ മനസ്സ് നമ്മൾ നേരിക്കേണ്ടതല്ലേ. തന്നെയുമല്ല, കുട്ടിമണിയെ പോലൊരു പെങ്ങളുണ്ടായിരുന്നത് കൊണ്ട് മനസ്സുജന് കുട്ടിമണിയെ ഉൾക്കൊള്ളാൻ കഴിയും. ഏട്ടോ, ഒരു ദിവസം കൊണ്ട് നമ്മളെ മറന്നിട്ടില്ലല്ലോ അല്ലേ മെമ്പറേ? ആ മുഖമൊന്നുമില്ല. മനസ്സിലുള്ളതുപോലെ നമ്മളങ്ങ് പറയും. അതുകൊണ്ട് ചോദിക്കുക, നിങ്ങളുടെ കുട്ടിമണി എനിക്ക് തരുമോ? പൊന്നുപോലെ നോക്കാന്നുള്ള പഴഞ്ചൻ പല്ലവിയൊന്നുമല്ല, ആ കണ്ണ് നനയാതെ നോക്കിക്കൊള്ളാം ഞാൻ. എന്താ പറഞ്ഞത്? കുട്ടിമണിയെ എനിക്ക് കല്യാണം കഴിച്ച് തരുമോ? എന്റെ ഓർണമെന്റ്സിൽ ചെറുതാ, വലിയേട്ടൻ വെച്ചോ. എനിക്കെന്തിനാ മോളെ ഇത്? കുട്ടിമണിയുടെ കാര്യത്തിനാ. പൊന്നണിഞ്ഞ് തന്നെ വേണം അവള് പതിവായിട്ട് നിൽക്കാൻ. മനസ്സുജനും കുട്ടിമണിയും തമ്മിലുള്ള കല്യാണം നടക്കുന്നു. ഈ കല്യാണത്തിന് പിന്നിൽ ആരും കാണാത്ത, ആരും അറിയാത്ത ഒരു ചതിയുണ്ടായിരുന്നു. ബുദ്ധിയില്ലെന്നേ ഉള്ളൂ, കുട്ടിമണി നല്ല സുന്ദരിയാ. തന്റെ കാമുകനായ മനസ്സുജനെ വയലോരം വീട്ടിൽ കൊണ്ടുവരാൻ മതികല നടത്തിയ തന്ത്രം. നീ എന്റെയാ, എന്റേത് മാത്രം. നിന്റെ കൂടെ ഒരു കൂരിക്ക് കീഴിൽ കഴിയാൻ വേണ്ടിയാ എന്റെ വീട്ടുകാരുടെ ഇവിടെയുള്ളവരുടെയും കണ്ണു വെട്ടിച്ച് ഞാൻ ഈ കളിയൊക്കെ കളിച്ചത്. തന്റെ കാമുകനായ മനസ്സുജനെ വയലോരം വീട്ടിൽ കൊണ്ടുവരാൻ
മതികല നടത്തിയ തന്ത്രം. പാവം കുട്ടിമണിയെ ഇനി ജീവിതത്തിൽ എന്തൊക്കെയാണ് കാത്തിരിക്കുന്നത്? നിഷ്കളങ്കയായ കുട്ടിമണിയെ സാക്ഷി നിർത്തി മനസ്സുജനും മതികലയും ഭാവി ജീവിതത്തിലേക്കുള്ള സ്വപ്നങ്ങൾ നെയ്തുകൂട്ടുന്നു. മതികലയുടെ ഈ ജീവിത നാടകത്തിനു പിന്നിൽ ശക്തവും വ്യക്തവുമായ തിരക്കഥയുമായി മറ്റൊരാളുണ്ടായിരുന്നു. മാണിക്യമംഗലത്തെ ജലജ, മതികലയുടെ അമ്മ. കുട്ടിമണിയുടെ സർപ്പസൗന്ദര്യം മനസ്സുജന്റെ മനസ്സിളക്കുമോ എന്ന ആശങ്ക മതികലയ്ക്കുണ്ടായിരുന്നു. കുട്ടിമണിയെ മനസ്സുജനിൽ നിന്നും അകറ്റാൻ പല തന്ത്രങ്ങളും കുതന്ത്രങ്ങളും മതികലയുടെ മതിമറന്ന മനസ്സിൽ നിന്നും പിറവിയെടുത്തു. ഈ പ്രശ്നം നമ്മൾ സീരിയസ് ആയി എടുത്തു എന്ന് സിജന് തോന്നണം. ഇനി ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് സിജൻ ഉണ്ടാവില്ല എന്ന് നമ്മൾ ഉറപ്പ് വരുത്തിയെന്ന്. അതിനിപ്പോ നമ്മൾ എന്ത് ചെയ്യണമെന്ന കലമോള് പറയുന്നേ? ആ, കുട്ടിമണിയുടെ മുടി അങ്ങ് മുറിക്കാം. എന്റെ മുടി വെട്ടാനോ? എന്റെ മുടി വെട്ടാൻ നിന്നെ തളയാൻ പറ്റും. ഞാൻ പറഞ്ഞില്ലേ കുഴപ്പമാവുന്നു. ആ ഓട്ടോ പറഞ്ഞു വിടേണ്ട ഒരു കാര്യമില്ലായിരുന്നു. മതികലയുടെയും മനസ്സുജന്റെയും ബന്ധം സീതയിൽ സംശയമുണർത്തുന്നു. ആ ബന്ധത്തിന്റെ ആഴവും പരപ്പും മനസ്സിലാക്കിയ സീത അവരെ കൈയോടെ പിടികൂടിയെങ്കിലും മതികലയുടെ ഭീഷണിക്ക് മുമ്പിൽ സീതയും തളർന്നു പോകുന്നു. ഇവിടെയുള്ളവർ വന്ന കഥ നേരെ തകിടമറിയും. മനസ്സിന്റെ മുറിയിൽ നിന്നും നിങ്ങളെ ഞാൻ കൈയോടെ പിടികൂടിയെന്ന് പറയും. മനസ്സിനും അത് തന്നെ ഏറ്റുപറയും. നേരം വെളുക്കും മുമ്പ് കുറ്റിച്ചൂലെടുത്ത് നിങ്ങളെ അടിച്ചിറക്കും ഇവിടെയുള്ളവർ. അങ്ങനെ കുട്ടിമണിയെ മാണിക്യമംഗലത്തേക്ക് കൊണ്ടുപോകാൻ മതികല തീരുമാനിക്കുന്നു. കുട്ടിമണിയോ? കുട്ടിമണി എന്തിനാ? കുട്ടിമണി എന്റെ കൂടെ വരുന്നത് കേട്ടപ്പോ സീതേച്ചി എന്തിനാ ഞെട്ടുന്നേ? പക്ഷേ സീത അതിനെ എതിർക്കുന്നെങ്കിലും വയലോരം വീട്ടിൽ സത്യം തുറന്നു പറയാൻ സീതയ്ക്ക് കഴിയുന്നില്ല. ഒരു കാര്യമില്ല. നിന്നെ എനിക്ക് നന്നായിട്ട് അറിയാവുന്നത് കൊണ്ടാ എന്റെ നെഞ്ചുരുകുന്നത്. ഈ വീട്ടില് നിന്നെ അറിയാവുന്ന ഒരാൾ ഞാനാണല്ലോ. സീതയിടത്തേക്ക് എന്നെ ശരിക്കും അറിയില്ല. അതാ സീതയിടത്ത് ഇങ്ങനെ സംസാരിക്കുന്നത്. പോത്തിനെ ചാരി എരുമയെ വെട്ടുന്ന വഴി എനിക്കറിയാം. ഞാനങ്ങ് വന്നോളാം. എത്രയും പെട്ടെന്ന് വരണം. ഒന്ന് ഭയപ്പെടുത്തി നിർത്തേണ്ടത് അത്യാവശ്യം. മതികലയുടെ സഹായത്തിനായി ജലജ വയലോരം വീട്ടിലെത്തി. നിന്റെ പൊട്ടത്തരും പമ്മത്തരും അതിസാമർഥ്യമൊന്നും എന്റെ കൊച്ചിനോട് വേണ്ട കേട്ടോ. എന്നെന്തിനാ വഴക്ക് പറയുന്നത്? ഞാൻ ഒന്നും ചെയ്തില്ലല്ലോ. മിണ്ടരുത് നീ. കുട്ടിമണി മാണിക്യമംഗലത്തേക്ക് പോകുന്നതിന്റെ സന്തോഷം വയലോരം വീട്ടിൽ നിറയുമ്പോഴും സീതയുടെ മനസ്സിലെ ആദ്യ കൂടി വരുന്നു. കുട്ടിമണി എവിടുന്ന് എങ്ങോട്ടും വിടണ്ടെന്നാ എന്റെ അഭിപ്രായം. അതെന്താ താൻ അങ്ങനെ പറയുന്നത്? അവള് പോകുന്നത് കലയുടെ വീട്ടിലേക്കല്ലേ? എന്നാലും ഇവിടെ നോക്കുന്ന പോലൊക്കെ ഒക്കുവോ ബാലേട്ട? അവിടെ നീ കുട്ടിമണിയെ ദ്രോഹിക്കരുത്. ഒപ്പം കൊണ്ടുപോയി കുട്ടിമണിയെ ഉപദ്രവിക്കരുതെന്ന് മതികലയോട് അപേക്ഷിക്കാൻ വരെ സീത തയ്യാറായെങ്കിലും മതികലയുടെ മനസ്സു മാറ്റാൻ സീതയ്ക്കായില്ല. അവളുടെ കണ്ണുനീര് വീണ നിന്നെ നിപ്പി നീ ദഹിച്ചു പോകും. സീതയിടത്തെ ഭയപ്പെടുത്തുകയാണോ? നിങ്ങളോട് ഞാൻ ഇത്രയും നാൾ മര്യാദയ്ക്ക് സംസാരിച്ചു. ഈ വിഷയത്തിൽ ഇനി ഇങ്ങനൊരു സംസാരം നമുക്കിടയിൽ ഉണ്ടാവില്ല. കുട്ടിമണിയെ എന്ത് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിക്കും. നിങ്ങൾക്ക് രക്ഷിക്കാമെങ്കിൽ രക്ഷിക്കും. എനിക്ക് അവന്റെ മുഖം കാണണ്ട. മുഖം കാണണ്ടെങ്കിൽ നിങ്ങൾ മുഖം മൂടിയിട്ട് മനസ്സുജൻ മാണിക്യമംഗലത്തേക്ക് വരുന്നതിനെ മഹാദേവൻ എതിർക്കുന്നെങ്കിലും ജലജയുടെ നിർബന്ധത്തിന് വഴങ്ങേണ്ടി വരും. അവസാനം എന്റെ കൈ കൊണ്ടായിരിക്കും. നിങ്ങൾക്കറിയാവല്ലോ മതിയെ. ഒടുവിൽ മനസ്സുജനും മതികലയും കുട്ടിമണിയെയും കൂട്ടി മാണിക്യമംഗലത്തെത്തുന്നു. പക്ഷേ സീത ആശങ്കപ്പെട്ടതുപോലെ തന്നെ മാണിക്യമംഗലത്ത് സംഭവിച്ചു. തന്നെ നോവിച്ചതിന് ജലജ കുട്ടിമണിയോട് ക്രൂരമായി പ്രതികാരം ചെയ്തുകൊണ്ടേയിരുന്നു. അതിന് കൂട്ടായി മതികലയും. എനിക്കും കൂടെ ചോറായോ? കൊള്ളാലോ, ഇറങ്ങടിക്കോട്ടെ. എനിക്ക് വിശക്കുന്നു, എനിക്ക് ചോറ് വേണം. അയ്യടാ നിന്റെ വിശപ്പ് മേശപ്പുറത്തെത്തി ഊട്ടാൻ പോവല്ലേ? എനിക്ക് വിശക്കുന്നു, ചോറ് തരാൻ പറ. എന്റെ അമ്മ അതിനപ്പുറത്തങ്ങനെ കൊണ്ടുപോയി ഇരുത്തി കൊടുക്ക്. മനുഷ്യനെ ഭ്രാന്ത് പിടിപ്പിക്കാനായിട്ട്. എണീക്ക്, അതവിടെ വെക്ക് 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 വെക്ക്. ഇങ്ങോട്ട് വരാൻ വാ. വാ നീയേ, നീ ഇവിടെ നീ ഇരിക്ക്. ചോറ് തരാം, ഇവിടെ ഇരിക്ക്. എനിക്ക് ചോറ് തന്നെ. നീ എന്താ ബഗന്റെ ജന്മമാണോ?
നിന്റെ വയറ്റിൽ എന്താ കോഴിയും കുഞ്ഞുങ്ങളും ഉണ്ടോ? കുറച്ചു മുമ്പല്ലേ 5-8 ദോശ തിന്നത്. ആ എന്നാൽ എനിക്ക് വിശപ്പാ. ദാ. കഴിക്ക. ഇനി വൈകിട്ടേ ഉള്ളു വലതും. കഴിച്ചോ. ഓ എന്തൊരു വലിയ മീനാ. ഓ ഇത് കൊതിയാവുന്നു. ചുമ്മാ ചിരിപ്പിക്കല്ലേ. വെള്ളം കുടിക്കുക. 5 വയസ്സിന്റെ ബുദ്ധി മാത്രമുള്ള കുട്ടിമണി ഒന്നും മനസ്സിലാക്കാനാവാതെ മാണിക്യമംഗലത്ത് ഒറ്റപ്പെടുന്നു. മര്യാദക്ക് ഇവിടെ എങ്ങാനും അടങ്ങി ഒതുങ്ങി ഇരുന്നാലേ നിനക്ക് തല്ലുകൊള്ളാതിരിക്കാം. പറ്റത്തില്ലെന്ന് പറഞ്ഞില്ലടി. എടീന്നോ? എന്നെയോ? അതെടി നിന്നെ തന്നെയാ. നീ എന്നെ എടീന്ന് വിളിക്കുമല്ലേ? ആ അതെടി ഇനി വിളിച്ചു. നിന്നെ ഞാൻ ഇവിടെ വാ. അവിടെ കിടക്കടി. നിന്റെ അഹങ്കാരം കുറഞ്ഞെന്ന് തോന്നുമ്പോ ഞാൻ കഥവ് തുറന്നു തരാം. വരട്ടെടി, യക്ഷി വരട്ടെ, നിന്റെ ചോര കുടിക്കട്ടെ. നിന്റെ ബുദ്ധിക്കല്ലേ കുറവുള്ളൂ, ചോരയ്ക്കും കൊഴുപ്പിനും ഒന്നും ഒരു കുറവില്ലല്ലോ. നീ അവിടെ കിടക്ക. രാത്രിയിൽ കുട്ടിമണിയെ ജലജ വീടിന് പുറത്താക്കുന്നു. കുട്ടിമണി കരഞ്ഞപേക്ഷിച്ചെങ്കിലും ജലജ വാതിൽ തുറന്നു കൊടുത്തില്ല. രാത്രിയിലെ മുറ്റത്തിന്റെ കഥകും അടച്ചു. എന്നിട്ട് മനുഷ്യനും കൊച്ചും കൂടെ സിനിമച്ചു പോയി. എന്നെ കൊണ്ടുപോയില്ല. എന്റെ പൊന്നുമോൾ എന്തെല്ലാം സഹിക്കുന്നു. ഇതാരോടും പറയരുത് കേട്ടോ. ഇല്ല, പക്ഷേങ്കിലേ ഞാനീ പറഞ്ഞൊന്നും കൊച്ചില്ല. പറഞ്ഞാലേ എന്റെ കണ്ണൂത്തി പൊട്ടിച്ച. അതുകൊണ്ടാ. എന്റെ മോളെ ആരും ഒന്നും ചെയ്യില്ല. വല്യേച്ചി നോക്കിക്കോളാം നിന്നെ. വല്യേച്ചിക്കറിയാം ഇനി എന്താ വേണ്ടതെന്ന്. കുട്ടിമണിയെ കുറച്ചുകൂടി നമുക്ക് മെച്ചപ്പെടുത്തി എടുക്കാൻ പറ്റുമോ അമ്മേ? ഞാൻ ഇനി അതിന് ശ്രമിക്കാൻ പോകും. എന്നാത്തിനാ കമഴ്ത്തി വെച്ച കുടം പോലെ അതിന്റെ തല, വെറുതെ വെള്ളം ഒഴിക്കാവുന്ന മാത്രം. പഠിക്കാൻ ഒരു പ്രത്യേക പ്രായപരിധി ഉണ്ടെന്നൊക്കെ ബാലേട്ടനോട് ആരാ പറഞ്ഞത്? പഠിക്കാനുള്ള മനസ്സുണ്ടെങ്കിൽ, അവസരം ഉണ്ടെങ്കിൽ ഏത് പ്രായത്തിലും പഠിക്കാം. അവനവന്റെ ബുദ്ധിക്ക് അനുസരിച്ച് എന്തെങ്കിലുമൊക്കെ അറിവുണ്ടാക്കാം. താൻ എന്താ ഉദ്ദേശിക്കുന്നത്? കുട്ടിമണിയെ വീട്ടിലിരുത്തി പഠിപ്പിച്ചാലോ എന്നാലോചിക്കുക ഞാൻ. ബാലന്റെ അനുവാദത്തോടെ കുട്ടിമണിയെ പഠിപ്പിക്കാൻ സീത തയ്യാറാകുന്നു. ഇങ്ങനെ അങ്ങനെ കുട്ടിമണി പഠിച്ചു തുടങ്ങുന്നു. അതോടെ മതികലയും സീതയും തമ്മിലുള്ള പോരാട്ടം മുറുകുന്നു. എങ്കിലല്ലേ കുട്ടിമണിക്ക് ചുറ്റും നടക്കുന്നൊക്കെ എന്താണെന്ന് പിടികിട്ടൂ. ഒപ്പമുള്ളത് രാജകുമാരനാണോ രാക്ഷസനാണോ എന്നൊക്കെ. എന്നെ തോൽപ്പിക്കാൻ വേണ്ടിയല്ലേ നിങ്ങള്? അയ്യോ, കുട്ടിമണിക്ക് ബുദ്ധിയും ബോധവും ഒക്കെ ഉണ്ടായ കലമുള തോക്കുന്നെങ്ങനെ? ഓട്ടക്കലത്തിൽ പകലന്തിയോളം വെള്ളം കോരിയിട്ട് വല്ല കാര്യമുണ്ടോടി? കയറ് വലിക്കുന്നവന്റെ കൈയും പുറവും കഴിക്കും, അത്രേ ഉള്ളൂ. അമ്മ കരുതുന്ന പോലെ അതത്ര നിസ്സാരമായിട്ട് തോന്നുന്നില്ല എനിക്ക്. ആ പെണ്ണിന്റെ തലയ്ക്കുള്ളിൽ എവിടെയോ ബുദ്ധിയുടെ ഒരു തീപ്പൊട്ട് മറഞ്ഞു കിടപ്പുണ്ട്. അതിന്റെ ഒരു തിളക്കം ഞാനിന്നലെ നേരിൽ കണ്ടതാ. സീതയടത്തി മെനക്കെട്ടിരുന്ന് അത് ഊതി ഊതി ആളിക്കത്തിച്ചെടുത്താൽ ഒരൊറ്റ ഊതിന് നീ അതങ്ങ് കെടുത്തിയേക്കണം. അല്ല പിന്നെ അത് ഞാൻ കെടുത്തു, അത് വേറെ കാര്യം. എന്നെ വെല്ലുവിളിച്ച് കുട്ടിമണിയുടെ ബുദ്ധിയുടെ കണ്ണുകൾ തുറന്നു കൊടുക്കാൻ സീതാ ബാലചന്ദ്രൻ മുമ്പോട്ട് വന്നാൽ തിരുമ്മി അടയ്ക്കും ഞാൻ
കുട്ടിമണിയുടെ 2 കണ്ണുകൾ. മതി, വേണ്ട മുറുക്കി കെട്ടണേ. മതി. ഞാൻ ഇപ്പൊ എല്ലാരും കണ്ടുപിടിച്ചല്ലോ. മതി, ഇത് തീക്കളിയാ. തീക്കളിയല്ല, മരണക്കളി. മതി. എന്നാലേ മോള് വാ. തുടങ്ങാം. വാ. ചേച്ചി കണ്ടുപിടിച്ചു. മനുഷ്യനെ കണ്ടുപിടിച്ചിട്ടേ ഞാൻ അയക്കുകയും തിന്നുവല്ലോ. പിടിയാണി മോളെ കുട്ടിമണി. എന്റെ അച്ഛൻ തിരിച്ചു വന്നു. അച്ഛേ എവിടാ? തിരിച്ചു വന്നോ? എന്തേ അച്ഛ എവിടാ? അച്ഛ എവിടാ? സത്യം പറയും, കുട്ടിമണിക്ക് എന്താ സംഭവിച്ചത്? കൊന്നു അവളെ? ആവശ്യമില്ലാത്ത പറയരുത്. ഞാൻ എന്തിനു കുട്ടിമണിയെ കൊല്ലണം? കുട്ടിമണിയാണല്ലോ നിനക്കും മനസ്സിന് മുമ്പിലെ തടസ്സം. ബുദ്ധിയില്ലാത്ത കുട്ടിമണി എനിക്കൊരു തടസ്സമാണോ സീതയെടുത്തി? ഒരു പാത്രം നിറയെ ചോറും ഒരു വറുത്ത മീനും കൊടുത്ത എനിക്കും മനസ്സിനും കാവലിരിക്കും അവള്. പിന്നെ എങ്കിൽ പിന്നെ കുട്ടിമണി എവിടെ? അത് പറയ്. ഞാൻ പറഞ്ഞത് നേരാ. നിന്ന നിപ്പിൽ അവള് പുഷ്പമെന്നോ പൂമ്പാറ്റയെന്നോ പറഞ്ഞു ഓടുന്നത് കണ്ടു. അറിയാമല്ലോ അതിന്റെ വെകളി പിടിച്ച സ്വഭാവം. 5 മിനിറ്റ് കഴിഞ്ഞപ്പോ കാണാനുമില്ല. രാത്രിയിൽ തിരിച്ചെത്തുന്ന കുട്ടിമണി തന്നെ രക്ഷിച്ചത് അച്ഛനാണെന്ന് പറയുന്നു. അമ്മ എനിക്ക് വിശക്കുന്നു. അയ്യോ എന്റെ കുഞ്ഞ്. അമ്മ എനിക്ക് വിശക്കുന്നു. എന്തേലും താ. അമ്മ എനിക്ക് വിശക്കണോന്ന്. എന്റെ വായനൊന്നും തീ പോവാ. എന്റെ മോളെ, മോൾ എങ്ങനെ ഇവിടെ വരെ ഒറ്റയ്ക്ക് വന്നത്? അയ്യോ ഇനി ഞാൻ ഒറ്റയ്ക്കല്ലല്ലോ വന്നേ. പിന്നെ അച്ഛ എന്നെ കൊണ്ടുവിട്ടേ. അച്ഛയോ? മാരങ്കാവിന്റെ അവിടെ വരെ അച്ഛൻ എന്റെ കയ്യെ പിടിച്ചോണ്ട് വന്നു. പിന്നെ എന്നോട് പറയുവോ ഒറ്റ ഓട്ടത്തിന് വീട്ടിൽ പോക്കോ, അച്ഛൻ അവിടെ നിന്ന് നോച്ചോളാം. അച്ഛൻ വന്നെന്നോ? ഇവൾ എന്തൊക്കെ പിച്ചുമ്പേയി പറയുന്നത്? മോളെ, നീ സത്യമാണോ ഈ പറയുന്നത്? സത്യ. എന്റെ കൈ നോക്കി അച്ഛയുടെ മണമുണ്ട്. ആ മണമുണ്ടോ നോക്കി, മണമുണ്ടോ നോക്കി. എന്റെ അച്ഛന്റെ മണമുണ്ടോ നോക്കി. അമ്മ എന്തിനാ ഇനി സങ്കടപ്പെടുന്നത്? കുട്ടിമണി തിരിച്ചു വന്നില്ലേ? പിന്നെന്താ? മോള് വന്നേ. സീതേച്ചിക്ക് കുറച്ച് ചോദിച്ചറിയാനുണ്ട്. എന്താണ് യാഥാർത്ഥ്യമെന്നറിയാൻ സീത ശ്രമിക്കുന്നു. അതെ, ഞങ്ങളെ കാറ് ഓടിച്ച് ഒരു വലിയ കുന്നിന്റെ അവിടെ എത്തിയേ. എന്നിട്ട് ഞങ്ങള് കണ്ണുകെട്ടി കളിച്ചു. മനുഷ്യനും കൊച്ചേച്ചിയും പോയിട്ട് പാത്തിരുന്നു. അന്നേരം കൊച്ചേച്ചി അച്ഛ വന്നേ. പിന്നെ അച്ഛനും കൂടി കളിച്ചു. അല്ലേ അവനെ ഞാനിപ്പോ കല്ലെടുത്തന്നെ എപ്പോഴാ? ആരെ കല്ലെടുത്തെറിഞ്ഞ കാര്യമാ മോളി പറയുന്നത്? അവനെ, ആ ദുഷ്ടനെ, രാക്ഷസനില്ലേ, രാക്ഷസൻ. എന്റെ കുട്ടിമണി, മോളെ എങ്ങനെ എവിടെ വരെ വന്നത്? ഒന്ന് ആലോചിച്ച് പറഞ്ഞ വല്യച്ചിയോട്. ഞാൻ ആലോചിക്കാവേ. ഞാൻ ഓർക്കുവാണേ. ഞാൻ എന്നിട്ടേ ഓടിയേ. ഒരു വഴിയിലെ 2 പട്ടിയെ കണ്ടേ. ഒന്നൊരു പാവന്ന്, മറ്റൊന്ന് കണ്ണുരുട്ടി വെച്ചു. അപ്പഴത്തേക്ക് ഞാൻ കരഞ്ഞേ, ഒച്ചത്തില് കരഞ്ഞേ, അച്ഛന്ന് വിളിച്ച് കരഞ്ഞേ. അപ്പൊ അച്ഛ വന്നു. അച്ഛ വന്നു? വന്നു. അച്ഛ അറിഞ്ഞല്ലേ മൊത്തത്തിൽ നനഞ്ഞിട്ടുണ്ടായിരുന്നേ. അച്ഛ
എന്നോട് പറയുവാന്നേ, മോളെ പരുത്തിക്കാവിൽ അമ്മയെ പ്രാർത്ഥിച്ചോണ്ട് എന്നെ പുറകെ വന്ന്. എന്നിട്ട് എന്നിട്ട് ഞാൻ അച്ഛയുടെ പുറകെ നടന്നു. കൊറേ നടന്ന് ഇവിടെ എത്തി. അച്യുതക്കുറുപ്പിന്റെ പേരിൽ ഒരു രജിസ്റ്റേർഡ് ഉണ്ട്. അച്യുതക്കുറുപ്പിന്റെ ആത്മാവ് നിറഞ്ഞു നിൽക്കുന്ന വയലോരം വീട്ടിലേക്ക് ബാങ്കിൽ നിന്നും ജപ്തി നോട്ടീസ് എത്തുന്നു. അതോടെ വയലോരം വീടിന് മുകളിൽ മൂടിക്കിടന്ന കാർമേഘങ്ങൾ മറ നീക്കി പുറത്തു വന്നു. എന്റെ പരുത്തിക്കാവിലമ്മേ, അയ്യോ അമ്മേ, അമ്മേ എന്തു പറ്റി? അമ്മേ, ആരോടെങ്കിലും പലിശയ്ക്ക് കുറച്ച് കാശ് കടമെടുത്താലോ? ഒരു സഹദേവനുണ്ട്. ജപ്തി ഒഴിവാക്കാൻ ബാലൻ പല വഴികളും ആലോചിക്കുന്നു. തർപ്പം ബ്ലേഡാ. 1000 രൂപയ്ക്ക് 200 രൂപ മാസപ്പലിശ. അയ്യോ അതൊന്നും വേണ്ട ബാലേട്ടാ, അതൊക്കെ വലിയ ഊരാക്കുടുക്കാകും. എന്നാൽ ഈ അവസരം മുതലെടുക്കാൻ തീരുമാനിച്ച് മതികല 5 ലക്ഷം രൂപ രവിക്ക് നൽകുന്നു. ടെൻഷനെല്ലാം തീർന്നില്ലേ? മതി, ഇതെവിടുന്ന? അപ്പം തിന്നാ പോരെ. പക്ഷേ രവി അതിൽ നിന്നും 75,000 രൂപ മാത്രം നൽകി ബാധ്യതകളിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നു. ഞാനായിട്ട് മൊത്തം കൊടുക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. എൻ്റെ മാത്രം കല്യാണമൊന്നും അല്ലല്ലോ നടന്നത്. എൻ്റെ ഷെയർ കൊടുക്കാം, ബാക്കി ബാലേട്ടൻ ഉണ്ടാക്കട്ടെ. ഇതാ ലോൺ അടയ്ക്കാനുള്ള എൻ്റെ ഷെയർ. ഷെയറോ? ആ, അച്ഛൻ മക്കൾക്ക് വേണ്ടി കാശ് ചിലവാക്കിക്കൊണ്ടാ ലോൺ അടയ്ക്കാൻ പറ്റാതെ പോയതെന്നല്ലേ അമ്മ പറഞ്ഞത്. ഇതെൻ്റെ വിഹിതം. അച്ഛന് ഞാൻ മാത്രമല്ലല്ലോ മക്കളായിട്ടുണ്ടായിരുന്നത്, വേറെ 2 പേരില്ലേ. നീ കാശ് ബാലന്റെ കൊടുക്ക. ഇന്നാ ബാലേട്ട, ഇനി എന്താ വേണ്ടെന്ന് വെച്ചാ ബാലേട്ടൻ ആലോചിച്ച് ചെയ്യും. രവി, ഒരു കാര്യം ചോദിച്ചാ ഒന്നും തോന്നരുത്. ഇല്ല ബാലേട്ടൻ പറയേ. കുറച്ച് കാശ് തന്ന് എന്നെ ഒന്ന് സഹായിക്കാൻ പറ്റുമോ? ഒരു 3 മാസത്തിനുള്ളിൽ തിരിച്ചു തരാം. ബാലേട്ടൻ ഇത് എന്തറിഞ്ഞിട്ടാ ഈ പറയുന്നത്? എൻ്റെ കയ്യിൽ എവിടുന്ന കാശ്? ഇത്രയും ഒപ്പിച്ചതിന്റെ പാഠം എനിക്കറിയാം. സോറി ബാലേട്ട, 100 രൂപ തികച്ച് പേഴ്സിലില്ല, അതാ അവസ്ഥ. ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. എന്നാ ശരി. രവി, എന്താമേ? അല്ല മോനെ, നീ വിചാരിച്ച എങ്ങനെയെങ്കിലും ബാലിനെ സഹായിക്കാൻ പറ്റില്ലേ? ഒരു നിവൃത്തിയില്ലാത്തോണ്ടല്ലേ അവൻ നിന്നോട് വാവിട്ട് ചോദിച്ചത്. അമ്മയ്ക്ക് ഇത് എന്തറിഞ്ഞിട്ടാ ഈ സംസാരിക്കണേ? എന്റെ കയ്യിലെന്താ നോട്ടടിക്കുന്ന മെഷീനുണ്ടോ? ഇനിയിപ്പം മതിയുടെ വീട്ടുകാരെ കണ്ടിട്ടാ അമ്മ പറയണമെങ്കിൽ അവരിപ്പോ എന്തുമാത്രം സഹായിച്ചമ്മേ, എന്തെല്ലാം വാങ്ങിത്തന്നു. നനഞ്ഞിടം തന്നെ കുഴിക്കാന്ന് വെച്ചാ ബാലേട്ടനോട് പറയേ, ഭാര്യ വീട്ടിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമെന്ന് നോക്കാൻ. അല്ല, അതിനവിടെ എന്നാ വഴക്കിയിരുന്നിട്ട്. രവിയുടെ മനംമാറ്റത്തിൽ മനസ്സ് നൊന്ത ശാരദയ്ക്ക് ബാലനെ ഒന്ന് സമാധാനിപ്പിക്കാൻ പോലും കഴിഞ്ഞ ജീവിതത്തെക്കുറിച്ച് ചില ലക്ഷ്യങ്ങളുണ്ട്. അതാ വീട്ടാനുള്ള കടത്തിന്റെ കൃത്യം 3/1 ഞാൻ തരും. അയ്യോ രവി, തനിക്കെതിരെ നിൽക്കുന്ന സീതയെ ഒതുക്കാൻ കിട്ടുന്ന ഒരവസരവും മതികല പാഴാക്കുന്നില്ല. അതിന്റെ ഫലമായി ബാലൻ സീതയെ അടിക്കുന്നു. ഇന്ന് ബാലേട്ടൻ ഒരു ചെറിയ തല്ല് തന്നതല്ലേ ഉള്ളൂ, നാളെ അടിച്ചു പുറത്താക്കും. രവിയേട്ടൻ ഒന്നുകൊണ്ടും തളരണ്ട. കാശിനോട് മതികല എരിതിയിൽ എണ്ണ ഒഴിക്കുമ്പോഴും സീതയുടെയും ബാലന്റെയും മനസ്സ് നീരി പുകഞ്ഞുകൊണ്ടേയിരുന്നു. തനിക്ക് ഒരുപാട് നൊന്തായിരുന്നു.
ഇതൊന്നും ഒരു വേദനയല്ലല്ലോ ബാലേട്ട. സോറി, ഞാൻ അന്നേരത്തെ ദേഷ്യത്തിന്. ഏയ് അരുത് ബാലേട്ട, എന്നോട് സോറി ഒന്നും പറയല്ലേ. ഞാൻ ഒന്നും ഉദ്ദേശിച്ചല്ല ബാലേട്ട രവിയോട് അങ്ങനെ. എനിക്കറിയാമടോ തന്നെ. പക്ഷേ അവരൊക്കെ വലിയ വലിയ ആൾക്കാരാ, പണമുള്ളവര്, സമൂഹത്തിന് മുന്തിയ സ്ഥാനത്തിരിക്കുന്നവര്. കാര്യം രവി എൻ്റെ അനിയനാ, എന്നാലും അവനും ഇപ്പോൾ ഒരുപാട് ഉയരത്തിലാ. വലിയ വലിയ ആൾക്കാരുടെ ജീവിതത്തിലേക്കൊന്നും താൻ ശ്രദ്ധിക്കാൻ പോകണ്ട. കുറെ കടവും പ്രാരാബ്ദങ്ങളും ഒക്കെയുള്ള, വലിയ വിദ്യാഭ്യാസവും സൗന്ദര്യവും ഒന്നുമില്ലാത്ത ഈ സാധാരണക്കാരനായ ബാലേന്ദ്രനെ ചുറ്റിപ്പറ്റിയ തന്റെ ജീവിതം. സീതയ്ക്കും കലമോൾക്കും ഇടയിൽ എന്തോ ഒരു പ്രശ്നമുണ്ട്. പ്രശ്നോ? സീതയ്ക്കും മതികലയ്ക്കും ഇടയിൽ എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് സുഭദ്ര മനസ്സിലാക്കുന്നു. ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. നേരാണോ നാത്തൂന് ഇത്? നേര് തന്നെ. എന്തോ ഒരു പ്രശ്നം അവർക്കിടയിലുണ്ട്. കലമോളോട് നമ്മൾ കുറച്ച് സ്നേഹം കൂടുതൽ കാണിക്കുന്നത് സീതയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലെന്നാ. ഹേയ്, സീത പാവാ, അവക്ക് അങ്ങനെയൊന്നുമില്ല. ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ തന്നെ അത് വേറെന്തെങ്കിലും കാരണം കൊണ്ടായിരിക്കാം. കാരണം എന്ത് കുന്തോ ആവട്ടെ, രണ്ടുപേർക്കിടയിലും അകൽച്ചയുണ്ടെന്നുള്ളത് ഉറപ്പാ. പക്ഷേ മതികല അതിനെ മറികടക്കുന്നു. അപ്പച്ചിയമ്മ എന്നതായി പറയുന്നേ? ഞാനും സീതയെടുത്തിയും തമ്മിൽ എന്ത് പ്രശ്നമുണ്ടെന്നാ? അല്ല, പ്രശ്നമുണ്ടെന്നല്ല, എന്തെങ്കിലും ചെറിയ സൗന്ദര്യപ്പണക്കങ്ങള്. കാര്യം ഞങ്ങൾ രണ്ടുപേരും സുന്ദരിമാരാ, പക്ഷേ ഞങ്ങൾക്കിടയിൽ സൗന്ദര്യ പിണക്കമൊന്നുമില്ല. ഉണ്ടോ സീതയെടുത്തി? ഏയ്, അല്ല, അമ്മയ്ക്ക് എന്താ ഇപ്പൊ അങ്ങനെ ഒരു സംശയം തോന്നാൻ കാരണം? അയ്യോ, സംശയം തോന്നിയത് ശാരദയ്ക്കല്ല, എനിക്കാ. പിന്നെ നിങ്ങളുടെ രണ്ടുപേരുടെയും ചില നേരത്തെ ഭാവവും നോട്ടവും കുനുകുനാന്നുള്ള വർത്തമാനവും ഒക്കെ കണ്ടപ്പം എനിക്ക് തോന്നിയതാ എന്തോ വലിയ കുഴപ്പമുണ്ടെന്ന്. നാളെ അത് ആൺകൊച്ചുങ്ങളിലേക്കും പകരരുതല്ലോ, അതാ ശാരദയോട് സംസാരിക്കാൻ പറഞ്ഞു. എന്റെ അപ്പച്ചിയമ്മേ, അതൊക്കെ ഞങ്ങളുടെ തമാശയല്ലയോ? നിങ്ങൾക്കറിയാത്ത എന്തെല്ലാം രഹസ്യങ്ങൾ ഞങ്ങൾക്കിടയിലുണ്ട്, ഇല്ലേ സീതയെടുത്തി? അതെ അതെ. ലോൺ തിരിച്ചടയ്ക്കാൻ 1 മാസത്തെ അവധി ലഭിച്ചെങ്കിലും കയ്യിൽ കാശുണ്ടായിരുന്നിട്ടും രവി തന്നെ സഹായിക്കാത്തതിൽ ബാലന്റെ മനം നൊന്തു. അനിയൻ കൊച്ചൻ കല്യാണത്തോടെ അങ്ങ് രക്ഷപ്പെട്ടു പോയല്ലേ? ഇന്നലെ അവിടെ വന്നായിരുന്നു. ഒരു 4,4 ലക്ഷം രൂപ സ്വന്തം പേരിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇട്ടിട്ടാ പോയത്. 4,4 ലക്ഷം രൂപയോ? അതെ, 4,4 ലക്ഷം രൂപ. കണ്ടു പഠിക്കു ബാല. ലോണിന്റെ കാര്യം ഞാൻ ചോദിച്ചതാ. അപ്പൊ കാശ് ബാലേട്ടനെ ഏൽപ്പിച്ചിട്ടുണ്ടെന്നും ഏട്ടൻ കൊണ്ടുവന്ന് അടച്ചു തീർക്കുന്നും പറഞ്ഞു. 75 കൊണ്ടുവരുന്നതെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ FD കുറച്ച് ലോണിലേക്ക് അടയ്ക്കാൻ ഞാൻ നിർബന്ധിച്ചത്. അത് എനിക്ക് കുറച്ച് കാശ് വരാനുണ്ടായിരുന്നു, അത് വന്നില്ല. അതാ ബാല, അച്യുതക്കുറുപ്പിന് എനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് മാത്രം 1 മാസത്തെ അവധി കൂടെ ഞാൻ തരാം. ഇത് പാരുമാ, സാക്ഷാൽ ഉണ്ണിക്കണ്ണൻ. ഒരു കുഞ്ഞ് ഉടൻ ജനിക്കുമെന്ന കൈനോട്ടക്കാരിയുടെ വാക്കുകൾ വയലോരം വീടിനെ സന്തോഷത്തിലാക്കും. മാതിരി ഒരു കുളന്ത ഉടനെ ഉനക്ക് പൊറന്നിടും. அதுக்கப்புறம் உன் புருஷனுக்கு ராசயோகம், கஜகேசரி யோகம். അമ്പാടിക്കണ്ണന്റെ അമ്മ. അമ്പാടിക്കണ്ണന്റെ അമ്മ വരുന്നേ, അമ്പാടിക്കണ്ണന്റെ അമ്മ വരുന്നേ. അമ്പാടിക്കണ്ണ. കലമോളുടെ കൈ നോക്കിയിട്ട് കാക്കാത്തി എന്നതാ പറഞ്ഞെന്നറിയാമോ? എന്നതാ? ഉടനെ ഈ വീട്ടിലൊരു അമ്പാടിക്കണ്ണൻ പിറക്കുമെന്ന്. പക്ഷേ 1 വർഷം കഴിഞ്ഞേ അതിന് സാധിക്കൂ എന്നത് സന്തോഷം കെടുത്തുന്നു. 1 വർഷം കഴിഞ്ഞേ ഒരു കുഞ്ഞിനെ പറ്റി ചിന്തിക്കുക പോലും ചെയ്യാവുന്ന ഡോക്ടർ പറഞ്ഞേ. അല്ലെങ്കിൽ മതിയുടെ ജീവൻ തന്നെ അപകടത്തിലാവും. എന്റെ പരുത്തിക്കാവിലമ്മേ. പിന്നെ ഇത് അമ്മയുടെ മനസ്സിലിരുന്നോണം. കുഞ്ഞിനെ പറ്റിയുള്ള ചോദ്യങ്ങളൊന്നും ആരുടെ ഭാഗത്തുനിന്ന് മതിക്ക് നേരെ ഉണ്ടാവാതെ അമ്മ നോക്കിക്കോണം. ഒരു കുഞ്ഞിന് വേണ്ടി അവളും ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. വേറെ കുഴപ്പമൊന്നും ഇല്ലതാണ്. പക്ഷേ 1 വർഷം കഴിഞ്ഞേ പറ്റൂ. നിഗൂഢ ലക്ഷ്യങ്ങളുമായി വയലോരം വീട്ടിലെത്തിയ മതികല കുട്ടിമണിക്ക് ആഹാരത്തിനോടുള്ള അമിതമായ ആവേശം മുതലെടുത്ത്
ബാലനെയും രവിയെയും ശത്രുക്കളാക്കാൻ ശ്രമിക്കുന്നു. കുറിഞ്ഞ ചപ്പാത്തി മിച്ചം വന്ന ചാറും വെച്ചാണോ വിശപ്പടക്കേണ്ടത്? അയ്യോ, ചപ്പാത്തി ഇല്ലേ? അമ്മ നോക്കുണ്ടോന്ന്. അകത്ത് വേറെ ഇരിപ്പില്ലേ അമ്മേ? ഉണ്ടാക്കിയത് മുഴുവൻ ഇവിടെ കൊണ്ട് വെച്ചതാ. എന്തായാലും കൊള്ളാൻ രവിയേട്ടാ, അസലായിട്ടുണ്ട്. കയ്യൂക്കുള്ള ഒരു കാര്യക്കാരെന്ന് ഞാൻ കേട്ടിട്ടേ ഉള്ളൂ, ഇപ്പൊ കണ്ടു. അയ്യോ നാത്തൂനെ, നിറഞ്ഞു. വളരെ മോശമായി പോയമ്മേ, മോശമായി പോയി. എന്തായാലും ജഗ്ഗിൽ ഇത്തിരി വെള്ളം ഇരുന്നത് നന്നായി. തൊണ്ട നനയ്ക്കാൻ പറ്റിയല്ലോ. മതി, ഇനി അങ്ങനെ ഒന്നും ഉണ്ടാവത്തില്ല. രവിയേട്ടൻ ഓടിപ്പോയിട്ട് വരാം. എന്താ അമ്മേ? മോനെ നീരെവിടേക്കാ? വല്ല ഹോട്ടലും തുറന്നിരിപ്പുണ്ടോ നോക്കി പോവാ. എന്റെ ഭാര്യയ്ക്ക് വിശപ്പ് മാറണമെങ്കിൽ ഞാൻ രാത്രിയിൽ ഹോട്ടലിൽ കയറി ഇറങ്ങണമല്ലോ. മോനെ, അമ്മ ആവശ്യത്തിനുണ്ടാക്കി വെച്ചതാ. എന്താ പറ്റിയെന്ന് അമ്മയ്ക്ക് അറിയില്ല. എന്തായാലും ചത്തുപോയി അച്ഛൻ വന്ന് തിന്നത്തില്ലല്ലോ. അമ്മയൊന്ന് പോയേ. മോളെ, അമ്മ പെട്ടെന്ന് 2 ഗോതമ്പ് ദോശ ചുട്ടു തരട്ടെ? എനിക്കൊന്നും വേണ്ടമ്മേ, അമ്മ വിഷമിക്കണ്ട. മോളെ, കുട്ടിമണി, അറിഞ്ഞിട്ട് എന്തിനാ? അതെ, ചപ്പാത്തിയും ചിക്കൻ വറുത്തത്. ഇന്നത്തെ പട്ടിയുടെ കൂട്ട് അവിടെ മാറുവണേ. എനിക്ക് ചിക്കൻ ഇത് വലിയ ശല്യമായല്ലോ. നിന്നെ തീറ്റിക്കാനല്ല ഞാൻ രാത്രിയിൽ പോയി വാങ്ങിച്ചോണ്ട് വന്നത്. ശല്യം എങ്ങോട്ട്? കുട്ടിമണി എങ്ങനെ അറിഞ്ഞു ചിക്കനെ വാങ്ങിച്ചെന്ന്? അവളും മണം പിടിച്ചതാവും. കേട്ടിട്ട് എന്നെ ഓക്കാനിക്കാൻ വരുന്നു. മണം പിടിച്ച പിന്നെ ആ ഭക്ഷണം വായി വെക്കാൻ കൊള്ളാവോ? ചുമ്മാതല്ല ചവച്ചിട്ട് ചവ്വ പോലെ ഇരിക്കുന്നത്. എനിക്കിത് വേണ്ട. അല്പം കൂടെ കഴിക്കും മതി. എനിക്ക് വേണ്ട രവിയേട്ടാ. ഇനി ഇതൊട്ടും എന്റെ തൊണ്ടയും താഴോട്ട് ഇറങ്ങത്തില്ല. ഒരു കാര്യം ചെയ്, രവിയേട്ടൻ ഇത് കൊണ്ടുപോയി കുട്ടിമണിക്ക് കൊടുക്കും. മതി, കൊടുക്ക് രവിയേട്ടാ. വേണ്ടടാ, നിന്റെ ഭാര്യയുടെ എച്ചിൽ ഇതിനായിരിക്കുവാണോ കുട്ടിമണി? ഇതേ നീ അങ്ങ് തിന്നാ മതി. കാണിക്കുന്നതിനൊരു മര്യാദ വേണ്ടേ അമ്മേ? കുട്ടിമണി ആരാ ഇവന്റെ? ഇവന്റെ അനിയത്തിയല്ലേ? ഇത്തിരി മുമ്പ് അവള് കെഞ്ചി ചോദിച്ചതല്ലേ ഇവനോട്? ചോദിച്ചത് ഭക്ഷണമാണെന്ന് നീ ഓർക്കണം. അന്നേരം അവളെ ആട്ടിവിട്ടിട്ട് ഇപ്പൊ പൊതിക്കെട്ടുമായിട്ട് വന്നിരിക്കുന്നു അവൻ. മിച്ചം വന്നത് തിന്നാൻ കുട്ടിമണി ആരടാ? ഇവിടുത്തെ വളർത്ത നായയോ? ബാലേട്ടാ, മര്യാദയ്ക്ക് സംസാരിക്കണം. നിങ്ങൾ എന്റെ ചേട്ടനാ, കാര്യം ശരിയാ. പക്ഷെ എന്റെ അച്ഛനാവനൊന്ന് നോക്കണ്ട. വന്നാ നീ എന്ത് ചെയ്യൂടാ? എന്ത് ചെയ്യുന്നു? എന്നെ തല്ലുവോ? നിനക്ക് കാണിക്കാം. എനിക്ക് പറയാൻ പറ്റത്തില്ല അല്ലേ? അത് കൊള്ളാം. അരിയും തിന്ന് അരി ഇടിച്ചോരെയും കടിച്ചിട്ട് പിന്നെ നായക്ക മുറിവുറപ്പെന്ന് ഞാൻ കേട്ടിട്ടേ ഉള്ളൂ. ഭക്ഷണം കിട്ടാത്തത് എന്റെ ഭാര്യയ്ക്ക്. രാത്രിയിൽ പുറത്തു പോയി വാങ്ങേണ്ടി വന്നത് ഞാൻ. കൊടുക്കും. ഞാൻ ഏതാണ്ട് വലിയ തെറ്റ് ചെയ്ത പോലെ. അങ്ങനെ രവി ആരും കൂടുതൽ വിറപ്പിക്കാനൊന്നും നോക്കണ്ട. അതൊക്കെ പണ്ട്. ഇപ്പൊ പഴയ രവി അല്ല ഞാൻ. ഇപ്പൊ നിനക്ക് കൊമ്പ് മുളച്ചിട്ടുണ്ടാകും. അതിന് എനിക്കെന്താടാ പറയാനുള്ളത്? ഞാൻ ഏത് ജന്മിയുടെ മുഖത്ത് നോക്കിയും പറയും. നിങ്ങൾക്ക് എന്നോടുള്ള സൂക്കേടിന് ഒറ്റ പേരേ ഉള്ളൂ. പണ്ടും ഞാനത് പറഞ്ഞിട്ടുള്ളതാ. അസൂയ. നിങ്ങൾക്ക് പഠിപ്പുമില്ല, പണവുമില്ല, ഒരു ക്ലാപ്പുമില്ല. അതിനെന്നോട് മെക്കിട്ട് കയറിയിട്ട് കാര്യവുമില്ല. പഠിപ്പും സൗന്ദര്യവും ബുദ്ധിയും പിന്നെ തലവരെയും വേണം. തെമ്മാടിത്തരം പറഞ്ഞാലുണ്ടല്ലോ അടിച്ച് അണപ്പല് തെറിപ്പിക്കും. പിന്നെ എന്നാലത് കാണട്ടെ. എടാ നിന്നുണ്ടല്ലോ. എന്താ ഇത്? എന്താ ഇത്? നാണക്കേട്. കല്ലെടുത്തി രവിയേട്ടനെ കൊണ്ടുപോയി പ്ലീസ്. ചിലപ്പോ തോന്നും അച്ചോട്ടൻ ഉണ്ടായിരുന്നെങ്കിലെന്ന്. ചിലപ്പോ തോന്നും അച്ചോട്ടൻ നേരത്തെ പോയത് നന്നായി. അമ്മ എന്താ അങ്ങനെ പറഞ്ഞത്? ഒന്നുമില്ലടാ, നീയും രവിയും തമ്മിൽ പരസ്പരം മുഖം കറുത്ത് എന്തെങ്കിലും പറയുമ്പോ എന്റെ നെഞ്ച് നെടുക കീറുന്നത് പോലൊരു വേദനയാ. ഇപ്പൊ നിങ്ങൾ ഉറങ്ങുന്നത് 2 മുറിയിലാണെങ്കിലും വന്നത് ഈ ഒരൊറ്റ വയറ്റിന്നല്ലേ. മനഃപൂർവ്വം അല്ലമ്മേ. ചിലതൊക്കെ കാണുമ്പോ എത്ര ശ്രമിച്ചാലും പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. അറിയാതെ അങ്ങ് പറഞ്ഞു പോകും. ഇനി ഞാൻ ശ്രദ്ധിക്കാമേ. പാലട്ടാ, ഇത് വെച്ചോ. എന്തിനാടാ ഇത്?
ഇവിടേക്ക് പലചരക്ക് സാധനങ്ങൾ വാങ്ങാനോ. ആ ഇതായിപ്പം നന്നായത്. എടാ അതിന് നമ്മൾ സാധനങ്ങൾ വില കൊടുത്ത് മേടിക്കുന്നില്ലല്ലോ, കടയിൽ നിന്ന് എടുത്തോണ്ട് വരികയല്ലേ. എടുക്കുമ്പോൾ കുറച്ച് കൂടുതലെടുത്തോ, അതിനായി ഈ കാശ്. നാളെ ഒരിക്കൽ കൂടി എനിക്കോ എൻ്റെ ഭാര്യയ്ക്കോ ഭക്ഷണം കിട്ടാതെ വരരുത്. ശാരദയും സീതയും ബാലനെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുമ്പോഴും രവി പ്രശ്നങ്ങൾ കൂടുതൽ സങ്കീർണമാക്കുന്നു. കാര്യങ്ങളൊക്കെ കണക്കും പ്രകാരം പോകുന്നത് തന്നെ അമ്മേ നല്ലത്. നാളെ ആരും നഷ്ടം പറയരുത്. ബന്ധങ്ങൾക്കും കടപ്പാടുകൾക്കും വില പറയുന്ന നിലയിലേക്ക് രവി മാറുന്നു. ഇവനിത്രയും വളർന്നുപോയത് നമ്മളാരും അറിഞ്ഞില്ല അല്ലേ അമ്മേ? ഇനി ഇവിടെ 2 അടുപ്പ് കൂടി വന്ന എല്ലാം പൂർത്തിയായി. നാട്ടുകാർക്ക് പിന്നെ പറഞ്ഞു ചിരിക്കാമല്ലോ. അമ്മ പറഞ്ഞതാ ശരി, അച്ഛൻ പോയത് എത്രയോ നന്നായി. അയ്യോ മനുഷ്യനെ കാണാനില്ലല്ലോ. മനുഷ്യ എവിടെ പോയി? കാക്കോത്ത് കൊണ്ടുപോയോ? കിങ്ങിനി ഇവിടെ കിടക്കണേ, നോക്കിയിട്ട് വരാവേ. അമ്മ നോക്കിയിട്ട് വരാവേ കേട്ടോ. അങ്ങോട്ട് കിടക്കണേ. മതികലയും മനസ്സിനുമായുള്ള ബന്ധം കുട്ടിമണി സുഭദ്രയ്ക്ക് കാണിച്ചു കൊടുക്കുകയും സുഭദ്ര മതികലയെ അറിയിക്കുകയും ചെയ്തു. അപ്പച്ചമ്മ എന്തിനാ എന്നെ തല്ലിയത്? എന്തിനാ തല്ലിയെന്ന്? നീ ഇപ്പൊ എന്നെ അഹമ്മദിയാ കാണിച്ചത്? ഞാൻ എന്ത് കാണിച്ചു? എന്ത് കാണിച്ചു നിങ്ങൾ പറ. എന്തിനാ എന്നെ തല്ലിയത്? എന്തിനാ നിങ്ങൾ എന്നെ സുഭദ്ര തല്ലിയത്? മാപ്പ് പറയണമെന്ന ആവശ്യവുമായി ജലജ വയലോരോട് നേരിട്ട് ചോദിക്കാനാ ഞാൻ വന്നേ. കലടമ്മേ, അത് ഇന്നലെ കഴിഞ്ഞ പ്രശ്നമല്ലേ, അതങ്ങ് ക്ഷമിച്ചൂടെ? ബാലനും സീത ഇക്കാര്യത്തിൽ വക്കാലത്തൊന്നും കൊണ്ടുവരണ്ട. ഇതേ എന്റെ കൊച്ചിന്റെ പ്രശ്നമാ, എനിക്ക് പൊള്ളും. മതികലയെ അടിച്ചതിന് സുഭദ്രയ്ക്ക് ജലജയോട് മാപ്പ് പറയേണ്ടി വന്നു. കലമോളെ ഞാൻ ഇന്നലെ രാത്രി സംശയിച്ചതും തല്ലിയതും വലിയ തെറ്റായിപ്പോയി. കലമോളും അമ്മയും എന്നോട് ക്ഷമിക്കണം. പക്ഷേ മതികല സുഭദ്രയോട് അപ്പച്ചിയമ്മേ? സ്നേഹം ഭാവിക്കുന്നു. അപ്പച്ചമ്മയ്ക്ക് എന്നോട് പിണക്കമാണോ? അല്ല, ഞാൻ എന്തിനാ കൊച്ചെ നിന്നോട് പിണങ്ങുന്നത്? തെറ്റ് ചെയ്തത് ഞാനല്ലേ, ഞാൻ അതിന് മാപ്പും പറഞ്ഞു. ഇങ്ങനൊന്നും പറയല്ലേ അപ്പച്ചിയമ്മേ, എനിക്ക് കരച്ചിൽ വരും. എന്റെ അമ്മ പറഞ്ഞതിനൊക്കെ ഞാൻ അപ്പച്ചിയമ്മയോട് ക്ഷമ ചോദിക്കുക. കയ്യിൽ മുറിവുമായി വയലോരം വീട്ടിലെത്തുന്ന മനസ്സിജയോ കുട്ടിമണി സ്നേഹത്തോടെ ശുശ്രൂഷിക്കുന്നു. ആശുപത്രി പോയില്ലേ സിജ? TT എടുക്കണം. പോയി ബാലേട്ടാ, ഇഞ്ചക്ഷൻ എടുത്തു. പേടിക്കാനൊന്നുമില്ലെന്നാ അവര് പറഞ്ഞേ. ഒന്നുമില്ല കുട്ടിമണി. ശരിക്കും ഡിക്കി ഡോർ വീണതാണോ? അതോ ആരെങ്കിലുമായിട്ട് വല്ല തല്ലിന് പോയോ? നോക്കട്ടെ, ഇത് ഒറിജിനൽ ആണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോന്ന്. മതി, വേദനിക്കുന്നു പ്ലീസ്. അപ്പോ സംഗതി ഒറിജിനലാ അല്ലേ? അച്ഛനില്ലാത്ത കുട്ടിമണിയുടെ ആദ്യത്തെ പിറന്നാളിന് സമ്മാനമായി പുത്തനുടുപ്പ് വേണമെന്ന് മനസ്സിജനോട് കുട്ടിമണി പറയുന്നു. നിഷ്കളങ്കമായ കുട്ടിമണിയുടെ മുഖം മനസ്സിജനെ വിഷമിപ്പിക്കുന്നു. മേടിച്ചു തരാം. കുട്ടൂന് എന്താ വേണ്ടേ? ഒരുപാട് അതാ എനിക്കിഷ്ടം. അച്ഛൻ എനിക്ക് എപ്പോഴും ഉടുപ്പ് മേടിച്ചു തരുമായിരുന്നു. സമ്മാനം വാങ്ങാൻ കള്ളത്തരങ്ങൾ പറഞ്ഞ് മതികലയിൽ നിന്നും മനസ്സിജൻ പണം വാങ്ങുന്നു. അത് പിന്നെ അങ്ങനെ ഒരുപാടൊന്നും വേണ്ട, ഒരു 5000 രൂപ. ഒരൊറ്റ രൂപ കോയിൻ ആണെങ്കിൽ കൂടി അതിനൊരു പേർപ്പസ് കാണത്തില്ലേ മനസ്സിജ? മനസ്സിജൻ അച്ഛന്റെ ഫോട്ടോയുടെ മുന്നിൽ വെച്ച സമ്മാനം മതികല എടുത്തു മാറ്റുന്നു. തൊടിയിലെ തെങ്ങിൻ ചോട്ടിലുണ്ട് ചാരമായിട്ട്. കുട്ടിമണിയുടെ പിറന്നാളിന്റെ സന്തോഷം വയലോരം വീട്ടിൽ നിറഞ്ഞു നിന്നു. ബുദ്ധിയുള്ള ഒരു മിടുക്കി കുട്ടി ഉണ്ടെന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവായിരുന്നു. എന്താ ഇത്? മതികലയുടെ പിറന്നാൾ സമ്മാനം നൽകിയ അപകടത്തിൽ നിന്നും തലനാരിഴയ്ക്ക് കുട്ടിമണി രക്ഷപ്പെടുന്നു. മനുഷ്യ വീണായിരുന്നോ? ഇല്ല. വീഴത്തില്ല. ഞാനേ മാരനപ്പൂപ്പനോട് പ്രാർത്ഥിച്ചിട്ടുണ്ട്, എന്റെ മനുഷ്യനെ വിരിച്ചല്ലേ. മനസ്സിജൻ അടുത്തെത്താൻ കൊതിക്കുന്ന മനസ്സും ശരീരവുമായി നടന്ന മതികല രവിയെ വഞ്ചിച്ചുകൊണ്ടേയിരുന്നു. ഇതല്ലേ ത്രില്ല്, ഇതല്ലേ കിക്ക്.
നയാഗ്ര വെള്ളച്ചാട്ടത്തിന്റെ മുകളിലൂടെ ഹെലികോപ്റ്ററിൽ പോകുന്നതിനേക്കാൾ എനിക്കിഷ്ടം കയറ് കെട്ടി നടക്കുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? വലിച്ചെറിഞ്ഞ മതികലയുടെ നീക്കങ്ങൾ അതിരുകടക്കുന്നു എന്ന് മനസ്സിലാക്കുന്ന സീത മതികലയുടെ നിഴലായി മാറുന്നു. അധികം ദിവസമേ നിന്റെ ഈ രാത്രി സഞ്ചാരം നടക്കത്തില്ല. നമ്മൾ കരുതുന്ന പോലെ അത്ര നിസ്സാരമല്ല സീതയെടുത്തി. അവരെ സംബന്ധിക്കുന്ന ഒരു വലിയ രഹസ്യം എനിക്കറിയാമെന്നറിഞ്ഞിട്ടും രണ്ടും കൽപ്പിച്ചൊരു യുദ്ധത്തിന് ഇറങ്ങിയിരിക്കുക അവര്. മതികല സീതയെ ഒഴിവാക്കാൻ ജലജയുടെ സഹായം തേടുന്നു. വയലോരം വീട്ടുകാർ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത ഒരാളെ കളത്തിലിറക്കട്ടെ. ജലജയുടെ സഹോദരൻ ഡിവൈഎസ്പി ജയസേനനെ വയലോരത്തിറക്കാൻ അവർ തീരുമാനിക്കുന്നു. വാക്കിലും പ്രവൃത്തിയിലും ക്രൂരത നിറഞ്ഞ നരി ജയൻ എന്ന ഡിവൈഎസ്പി ജയസേനന്റെ വരവ് വയലോരം വീടിനെ ആകെ ഭയപ്പെടുത്തുന്നു. ഞങ്ങള് വിധവയായിൽ എനിക്ക് സങ്കടമുണ്ട് കേട്ടോ. മക്കളൊക്കെ സെറ്റിലായില്ലേ, ഇനി പെങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ബന്ധം ആലോചിക്കാവുന്നേ ഉള്ളൂ. ബാലേട്ടനുമായി നടന്നത് സീതയുടെ രണ്ടാം കല്യാണമായിരുന്നു. സീതയെ വയലോരം വീട്ടിൽ നിന്നും പുറത്താക്കാൻ മതികല പല തന്ത്രങ്ങളും മെനഞ്ഞു. എന്താ പറഞ്ഞത്? നേരത്തെ സീതയുടെ വിവാഹം 4 വർഷം മുമ്പ് കഴിഞ്ഞതാണെന്ന സത്യവും മതികല ശാരദയെ അറിയിക്കുന്നു. അമ്മയുടെ അടുത്ത് അവര് നല്ലവിളി ചമഞ്ഞ് നിൽക്കുന്നത് കാണുമ്പോ, എന്റെ അമ്മ ചതിക്കപ്പെടുന്നത് ഓർക്കുമ്പോ എനിക്ക് സഹിക്കാൻ വയ്യമ്മേ. സീതയുടെ വിവാഹം കഴിഞ്ഞതാണെന്ന സത്യം ശാരദയ്ക്ക് താങ്ങാനാവുന്നതിലും അധികമായിരുന്നു. പ്രഷർ കൂടിയതാണെന്ന് ഇന്നിവിടെ കിടക്കട്ടെ എന്ന് ഡോക്ടർ പറഞ്ഞു. ഞാൻ വലിയ സ്നേഹത്തില അവരോട് പറഞ്ഞത്, രവിയേട്ടൻ ഒരു ലോക്കർ വാങ്ങുന്നുണ്ട്, സീതയുടെ ഓർണമെന്റ്സ് വേണമെങ്കിൽ അതിൽ വെക്കാന്ന്. എല്ലാം മനസ്സിലാക്കിയ മതികല തന്ത്രങ്ങൾ മെനയുമ്പോഴും മനസ്സ് തുറക്കാൻ സീത തയ്യാറായില്ല. കുട്ടിമണിയോടുള്ള അത്രയും ഇഷ്ടം എനിക്ക് നിന്നോട് മാത്രമായിരുന്നു. ആ എന്നെ എന്നിട്ട് നീ ചതിച്ചു, എന്നെയും എന്റെ മോനെ. അമ്മേ, ഞാൻ ഒരക്ഷരം മിണ്ടരുത്. ഒരു കള്ളത്തരം ഒരുപാട് കാലം മൂടിവെക്കാൻ പറ്റത്തില്ലെന്നാ. അത് സ്വർണ്ണപാത്രം കൊണ്ട് മൂടിവെച്ചാലും കള്ളം കള്ളം തന്നെ. പക്ഷേ കല്യാണ ദിവസം തന്നെ ഭർത്താവ് മരിച്ചു പോയത് അവളുടെ തെറ്റാണോ പെങ്ങളെ? സീതയുടെ വിവാഹം 4 വർഷം മുമ്പ് കഴിഞ്ഞതാണെന്നും വിവാഹ ദിവസം തന്നെ ഭർത്താവ് മരിച്ചുപോയി എന്ന യാഥാർത്ഥ്യവും ശാരദ സീതയുടെ വീട്ടിൽ നിന്നും അറിയുന്നു. എന്താ പറഞ്ഞത്? സത്യം, സത്യമാ പറഞ്ഞത്. അകലിൽ നിന്നാണെങ്കിലും എനിക്ക് ആരോടും ഒന്നും പറയാതെ വയലോരം വീട്ടിൽ തിരിച്ചെത്തുന്ന ശാരദയ്ക്ക് സീതയുടെ സാമീപ്യം ഉള്ളിന്റെ ഉള്ളിൽ തേങ്ങലായി മാറുന്നു. തന്നെക്കാളേറെ വയലോരം വീടിനെയും വീട്ടുകാരെയും സ്നേഹിച്ച സീത അമ്മയോട് യാത്ര പറയുന്നു. എന്നോട് വെറുപ്പ് തോന്നരുത്. മനുജ എന്നോട് എല്ലാം പറഞ്ഞു. അത് കേട്ടപ്പോ എനിക്ക് എന്റെ മോളോട് സ്നേഹം കൂടിയതേ ഉള്ളൂ. അമ്മയുടെ മുമ്പിൽ ഭൂതകാലത്തെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണ മാറുന്നതോടെ സീത കൂടുതൽ ശക്തയായി മതികലയ്ക്കെതിരെ തിരിച്ചടിക്കുന്നു. എന്താ ഇത്? അയ്യോടാ, മനസ്സിലായില്ലേ? ഇത് ജഗ്, ജഗിന്റെ ഉള്ളി വെള്ളം. അല്ല, ഇതെനിക്കെന്തിനാ തരുന്നെന്നാ ചോദിച്ചത്. കുടിക്കാൻ, അല്ലാതെന്തിനാ? കൂരിരുട്ടിലും പകൽ വെളിച്ചത്തിൽ എന്ന പോലെ മതികലയുടെ നിഴലായി സീത നടന്നു. അതോടെ മതികലയുടെ പല രഹസ്യ വഴികളും അടയുന്നു. നിങ്ങള് അതെ, ഞാൻ തന്നെയാ കലമോളെ. ഇതൊന്നും അറിയാതെ പണം എന്ന ചിന്തയിൽ രവി സ്വയം മറന്നു. കൊടുത്ത 75,000 മാത്രമാ ബാലേട്ടൻ ബാങ്കിൽ വായിക്കിട്ടിരിക്കുന്നത്. സ്വന്തം പോക്കറ്റിൽ നിന്ന് 5 പൈസ ഇട്ടിട്ടില്ല. എന്നതാടാ രവിയെ പൊളിച്ചു പണിയാൻ പോണത്? ഈ വീടിന്റെ കാര്യം അപ്പച്ചിയമ്മേ, ഇവിടെ എന്തൊക്കെയോ വാസ്തു പ്രശ്നങ്ങൾ ഉള്ളത് പോലൊരു തോന്നൽ. വയലോരം വീട് വാസ്തുപ്രകാരം പൊളിച്ചു പണിയണമെന്ന മതികലയുടെ ആഗ്രഹത്തിന് സുഭദ്ര കൂട്ടുനിൽക്കും. എന്തോ ഒരു കുഴപ്പമുണ്ട്. ഓരോ ദിവസവും ഓരോരോ പ്രശ്നങ്ങൾ മാറി മാറി വരികയല്ലേ. ഈ വീടിനെ ചുറ്റിപ്പറ്റി എന്തൊക്കെയോ ഉണ്ട് ശാരദേ. ഇന്നലെ സന്ധ്യ മുതൽ നല്ല കാച്ചെണ്ണയുടെ മണമായിരുന്നു വീടിനകത്തും പുറത്തും എല്ലാം. അച്യുതൻ തേക്കുന്ന എണ്ണയുടെ അതേ മണം. അച്യുതന്റെ ആത്മാവും ഗന്ധവും നിറഞ്ഞു നിൽക്കുന്ന വയലോരം വീട് പൊളിക്കണമെന്ന ആവശ്യത്തോട് സീതയും യോജിക്കുന്നു. ഒരു വീടിനുണ്ടാവുന്ന ശാപങ്ങളെ കുറിച്ച് കലമോൾ ആ പറഞ്ഞത് കറക്റ്റാ. വാസ്തു സത്യമാമേ. കുട്ടിമണി കണ്ടു. കൊല്ലടാ. വേഗം വേഗം വിട്ടോ, കേറിക്കോ, വേഗം വിട്ടോ.
കുട്ടിമണി എന്താ കുട്ടിമണി ഇത്? അയാൾ കുട്ടിമണി വന്നപ്പോഴത്തേക്കും വണ്ടി വിട്ടു പോയത്. അങ്ങനെയാണല്ലോ കുട്ടിമണി പറഞ്ഞേ. അത് നേരാ. കുട്ടിമണിയുടെ സ്വഭാവം ഏതാണ്ട് അയാൾക്ക് അറിയാമല്ലോ. വെറുതെ ഈ വീടിന് മുമ്പിൽ വെച്ചൊരു പ്രശ്നം വേണ്ടെന്ന് ഓർത്ത് കാണും. പിന്നെ അയാൾ പെണ്ണ് കാണാൻ വന്ന ആളിനെ ഞാൻ കെട്ടിയതിന്റെ ഒരു ചമ്മലും കാണും. ആ ബാലേട്ടാ, നമ്മുടെ വീടിന്റെ വാസ്തു ശരിയാണോ നോക്കിയാലോ എന്നൊരു ആലോചന. ഓ, ആരുടെ വകയാ ഇപ്പൊ ഈ പുതിയ ആലോചന? രവിയും കലയും ആലോചനയ്ക്ക് തുടക്കം ഇട്ടത് കേട്ടപ്പോ നല്ലതാണെന്ന് എനിക്കും തോന്നി. ഇത്രയും കാലം രവി വീട്ടിലല്ലായിരുന്നു താമസിച്ചിരുന്നത്. അന്നേരം അവന് വാസ്തുവിന്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ലല്ലോ. ഇതിപ്പോ വീട് പൊളിച്ചു പണിയാൻ അവന്റെ ഒരു നമ്പറാ. നീ എന്താ വരാന്ന് പറഞ്ഞിട്ട് വരാതിരുന്നത്? ശിവ, ഇവിടുത്തെ എന്റെ അവസ്ഥ നിനക്കറിയത്തില്ലേ കാര്യങ്ങൾ? സിജ, അവിടുത്തെ കാര്യങ്ങൾ ഓരോ ദിവസവും കൈവിട്ട് പോയിക്കൊണ്ടിരിക്കുക. ഈ കല്യാണം കഴിഞ്ഞാൽ എല്ലാം ശരിയാവുന്നല്ലേ നീ പറഞ്ഞത്? അതല്ലേ നിന്നെ സഹായിക്കാൻ വേണ്ടി ഈ പെണ്ണ് കാണൽ നാടകത്തിന് ഞാനും ഒരു വേഷം കിട്ടിയത്. നമുക്കിടയിലെ ഉടമ്പടിയിൽ ക്രിസ്റ്റൽ ക്ലിയറായി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ കളിയിൽ ഞാൻ ജയിക്കും വരെ, ഞാൻ എന്റെ ലക്ഷ്യത്തിലെത്തും വരെ നീ എന്റെ ഒപ്പം നിഴലായി കാണുമെന്ന്. അറിയാൻ മതി. കണ്ടതൊന്നുമല്ല യഥാർത്ഥ കഥ. ഇതുവരെ വിശ്വസിച്ചതും ഊഹിച്ചതും ഉൾക്കൊണ്ടതും ഒന്നുമല്ല. ഇനി നടക്കാൻ പോകുന്നതാ യഥാർത്ഥ കഥ. ഇനി തുടങ്ങാൻ പോകുന്നതാ യഥാർത്ഥ യുദ്ധം. വർഷങ്ങളായി ഞാൻ കെടാതെ ഊതി തിളക്കം കൂട്ടി മനസ്സിൽ കൊണ്ടു നടക്കുന്ന ആ തീക്കനലൊന്നാളി കത്തിയ തീർന്നു. പിന്നല്ല. ഇതെന്നതാ ഒരു പുതിക്കെട്ട്? ഓ, കാശായിരിക്കും അല്ലേ? അവൾ പറഞ്ഞു വിട്ടതായിരിക്കും വാങ്ങിക്കൊണ്ട് ചെല്ലാൻ. അല്ല, ഇതേ കുറച്ചു പേരുടെ ജാതകമാണ്. ഇത് കൃത്യമായിട്ട് ഹരിച്ചു കുടിച്ച് പഠിച്ചിട്ട് വേണം എനിക്ക് ചിലത് തീരുമാനിക്കും. ചിദംബരം മാഷ്. ശരി, നമസ്കാരം മാഷേ. നമസ്കാരം. അമ്മേ, കലമോളെ, ഞാൻ പറഞ്ഞ ചിദംബരം മാഷ് വന്നു.